ഹായ് മക്കളെ, നിങ്ങൾ നീറ്റ് അല്ലെങ്കിൽ JEE ആസ്പിരൻ്റ് ആണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ, എങ്ങനെയാണ് ഈ ആൾക്കാർ ഫസ്റ്റ് ചാൻസിൽ +2ൻ്റെ കൂടെ തന്നെ നീറ്റും JEE ഒക്കെ എഴുതി ക്ലിയർ ചെയ്യുന്നതെന്നുള്ളത് അല്ലേ. കാരണം അത് എത്രമാത്രം ഡിഫിക്കൽട്ടാണെന്നൊക്കെ നിങ്ങളിങ്ങനെ ആലോചിച്ചിട്ടുണ്ടാവില്ലേ. അത് അതിന് മാത്രം ഡിഫിക്കൽട്ടൊന്നുമല്ല കേട്ടോ. ഞാൻ ആദ്യം തരാം ഞാൻ എങ്ങനെ അത് ക്ലിയർ ചെയ്തു എന്നുള്ളത് പറഞ്ഞുതരാം. +2ൻ്റെ കൂടെ തന്നെ JEE എഴുതി ക്ലിയർ ചെയ്തു എന്നുള്ളത്. അതായത് 2006 SSLC എക്സാം ആകെ പൊട്ടിത്തകർന്ന് എല്ലാവരും എതിർത്തിട്ടും +1 സയൻസ് ഞാൻ എടുക്കുമ്പം എൻ്റെ മനസ്സിൽ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, +2ൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യണം, നീറ്റ് അല്ലെങ്കിൽ JEE ക്ലിയർ ചെയ്തിട്ട് ഈ എതിർത്ത തമാശ ആക്കിയ ആൾക്കാരൊക്കെ എന്ത് ചെയ്യണം, ഞെട്ടിക്കണം എന്നുള്ളത്. ഞാൻ നന്നായി പഠിച്ചിട്ടുണ്ട് +1ലും +2ലും. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ പോലെ തന്നെ എന്താണ്, കുറേ ടോപ്പിക്ക് പെൻഡിങ് ആയിരുന്നു, കുറേ തീർന്നിട്ടുണ്ടായിരുന്നില്ല. +1 കഴിയുമ്പോൾ ഏകദേശം പകുതിയിലുള്ള ടോപ്പിക്കും എൻട്രൻസ് ലെവലിൽ പെൻഡിങ് ആയിരുന്നു. പിന്നെ +2 എത്തിയപ്പോൾ എന്താ ഇമ്പ്രൂവ്മെൻറ്റും അതും ഇതൊക്കെ ആയിട്ട് +2 ക്രിസ്മസ് എക്സാം ആകുമ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത്. ഒരുപാട് ബാക്കിയുണ്ട്. എസ്പെഷ്യലി +1 ഒന്നും എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല. ആൻഡ് ആ ക്രിസ്മസ് എക്സാം ഞാൻ എന്നാലും വിട്ടുകൊടുക്കാൻ പറ്റൂലല്ലോ. +2 ക്രിസ്മസ് എക്സാമിൻ്റെ വെക്കേഷൻ അല്ലെ, ക്രിസ്മസ് വെക്കേഷന് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ എന്നെ കൊണ്ടാവുന്ന മാക്സിമം +1 ചാപ്റ്ററുകൾ പഠിച്ചു കഴിഞ്ഞത് ഞാൻ റിവൈസ് ചെയ്തു, പഠിക്കാത്തത് പഠിക്കാൻ നോക്കി. എത്ര ചാപ്റ്റേഴ്സ് അന്ന് പഠിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ എൻ്റെ മാക്സിമം ഞാൻ അന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് റെസ്റ്റ് ഈസ് ഹിസ്റ്ററി. പിന്നെ ആ ഒരു ഫ്ലോയിൽ അങ്ങോളം പഠിച്ചു. +2ൽ എനിക്ക് ഫുൾ മാർക്ക് ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല JEE ഫസ്റ്റ് ചാൻസിൽ ക്ലിയർ ചെയ്തിട്ട് ഞാൻ NIT BTech കമ്പ്യൂട്ടർ സയൻസാണ് പഠിച്ചത്. ആൻഡ് അതിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ ആലോചിക്കുകയും ചെയ്തിട്ടുണ്ട്, NIT ഒക്കെ എത്തിയപ്പോൾ അന്ന് +2ൽ ഞാനിപ്പോൾ ചെയ്തതുപോലെ തന്നെ +1 ക്രിസ്മസ് വെക്കേഷനിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ചിലപ്പോൾ IIT കിട്ടിയേനെ എന്നുള്ളത്. ആൻഡ് ഇതെൻ്റെ മാത്രം കഥയല്ല കേട്ടോ, ഇതെൻ്റെ മാത്രം തള്ളല്ല. ഫസ്റ്റ് ചാൻസിൽ ഏതൊക്കെ കുട്ടികൾ എൻട്രൻസ് ക്ലിയർ ചെയ്തിട്ടുണ്ടോ അവർക്കൊക്കെ പറയാനുണ്ടാവും ഈ ഒരു ക്രിസ്മസ് വെക്കേഷനിലെ ഒരു വീരകഥ. കാരണം അല്ലാതെ ഒരിക്കലും തീരെ അവരൊക്കെ മനുഷ്യന്മാരല്ലേ, പെൻഡിങ് ഉണ്ടാവും. ആൻഡ് ഇത് കേൾക്കുമ്പോൾ നിങ്ങളിപ്പോൾ +1 പഠിക്കുന്ന കുട്ടിയാണെങ്കിലും +2 പഠിക്കുന്ന കുട്ടിയാണെങ്കിലും ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ഒരു സ്പാർക്ക് കത്തിയിട്ടുണ്ടാവില്ലേ, ഈ ഒരു ക്രിസ്മസ് വെക്കേഷൻ എങ്ങനെ അടിപൊളിയായിട്ട് പഠിക്കാന്നുള്ളത് അല്ലേ. അതായത് നീറ്റ് ആയിക്കോട്ടെ JEE ആയിക്കോട്ടെ, ഈ ക്രിസ്മസ് വെക്കേഷന് നിങ്ങളെ മാക്സിമം എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു വർഷം വേസ്റ്റ് ചെയ്യാതെ നിങ്ങൾ സ്വപ്നം കണ്ട കോളേജ് പഠിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ വരുന്നു. സെപ്പറേറ്റ് ലൈവുകളാണ്. നീറ്റ് 10 ദിവസം എങ്ങനെ പഠിക്കണം. അപ്പോൾ ഉറപ്പായിട്ട് സ്വാഭാവികമായിട്ട് ഇപ്പോൾ +2 പഠിക്കുന്ന മക്കളാണെങ്കിൽ +1 കുട്ടി സാറേ ബോർഡ് എക്സാം ആ ചിന്തകളൊക്കെ എന്താണ് കവർ ചെയ്തുകൊണ്ട്, ആ പോയിന്റുകളൊക്കെ കവർ ചെയ്തുകൊണ്ട് നീറ്റ് എങ്ങനെ പഠിക്കണം എന്നുള്ളത് ഈ ഡിസംബർ 22 വെള്ളിയാഴ്ച രാത്രി 8 മണിക്കും അതേപോലെ തന്നെ JEE എങ്ങനെ പഠിക്കണം എന്നുള്ളത് 7 മണിക്കും. അതായത് JEE രാത്രി ഈ വെള്ളിയാഴ്ച രാത്രി 7 മണിക്കും നീറ്റ് രാത്രി 8 മണിക്കുമായിട്ട് ഒരു സ്റ്റഡി പ്ലാനും 10 ദിവസത്തെ എജ്യൂപോർട്ടിൻ്റെ സ്റ്റഡി ചലഞ്ചിനെ കുറിച്ചും പറയാൻ വേണ്ടിയിട്ട് ഞാൻ വരുന്നുണ്ട്. ഈ 10 ദിവസം എന്താ സംഭവിക്കുന്നത് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. +1ലെ കുട്ടികളാണെങ്കിലും +2 കുട്ടികളെ ഈ 10 ദിവസം കൊണ്ട് നമ്മൾ +1ലെയും +2ലെയും മാക്സിമം ചാപ്റ്റേഴ്സുകൾ നമ്മൾ തീർക്കും. അതെങ്ങനെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾ ലൈഫിൽ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചതൊന്നും എനിക്ക് പ്രശ്നമില്ല. നീറ്റ് അല്ലെങ്കിൽ JEE ക്ലിയർ ചെയ്യണമെന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും ആഗ്രഹിച്ചിട്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ ലൈവിൽ വരിക. ഡിസംബർ 22 രാത്രി 7 മണിക്ക് JEEയും 8 മണിക്ക് നീറ്റുമാണ്. ഞാൻ മാത്രമായിരിക്കില്ല, എജ്യൂപോർട്ടിൻ്റെ മികച്ച അധ്യാപക നിര തന്നെ നിങ്ങളെ കാണാൻ വരുന്നുണ്ട് എങ്ങനെ പഠിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ട്. സോ ഉറപ്പായിട്ട് നിങ്ങൾ ഉണ്ടാകണം. 2 ലിങ്കും ഞാനിതാ കമൻറ്റിൽ പിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം തന്നെ ക്ലിക്ക് ചെയ്യുക, നോട്ടിഫൈ മീ കൊടുക്കുക. പ്രത്യേകിച്ച് എക്സാം കഴിഞ്ഞുകൊണ്ട് നിങ്ങളോട് മറന്നു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഈ ലൈവിൻ്റെ ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങളെല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുകയും ചെയ്യാം.